അല്ലാത്ത പക്ഷം ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ ഈശ്വരൻ്റെ വിചാരമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കമരും കുടിനീര് അടിതട്ടിയകത്തു നിറഞ്ഞിരി നീ. കേട്ടിട്ടില്ലേ? നമ്മളിങ്ങനെ പിടിപെട്ട് നിൽക്കുക. എവിടെ? നമ്മുടെ ദുഃഖത്തിലും ദുരിതത്തിലും നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മുടെ അത്യാഗ്രഹങ്ങളുടെയും ഒക്കെ ഉള്ളിൽ ഇങ്ങനെ പിടിപെട്ട് നമ്മൾ പുരണ്ടു മറിഞ്ഞ് ഇങ്ങനെ പിണക്കൊടിയിൽ പെട്ടങ്ങ് കിടക്കുകയാണ്. നമ്മൾ സത്വഗുണത്തിലൂടെയും തമോ ഗുണത്തിലൂടെയും അതുപോലെ തന്നെ രജോ ഗുണത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വലിയ മായാലോകത്തിൽ അകപ്പെട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിലുള്ള മായയും അത് ഉണ്ടാക്കുന്ന മായാവിയെയും അത് കണ്ടുരസിക്കുന്ന മായാവിനോദനെയും ഒന്നും നമ്മൾ തിരിച്ചറിയാതെ എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ നെട്ടോട്ട ഓടി നടക്കുകയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ഉള്ളിൽ നിന്നും ഈ മായാഗുണങ്ങളെ മുഴുവനും വേരോടെ പിഴുതുമാറ്റി കുടിനീര് ഈ മഹാദുഃഖങ്ങളിൽ നിന്നും എന്നെ എന്നേക്കുമായി തുണയ്ക്കടേ ഭഗവാനെ എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? നമ്മുടെ പരമമായ പ്രാർത്ഥന എന്തായിരിക്കണം? സുഖികളാകുക, സുഖം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുക. ഇതാണ് പ്രാർത്ഥന. അല്ലാതെ അയ്യോ ഭഗവാനെ എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിക്കണേ, എനിക്ക് ഒരു 3 നില വീട് വേണേ, എൻ്റെ കൂട്ടുകാരത്തേക്കാളും നല്ല കാറ് വാങ്ങാൻ കഴിയണേ, അതൊന്നുമല്ല നമ്മുടെ പ്രാർത്ഥന. മറിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ പരമമായ സായുജ്യത്തെ അടയുവാൻ, മോക്ഷത്തെ അടയുവാൻ, മോക്ഷപ്രാപ്തിയെ ജീവിതത്തിലേക്ക് കൈവരിക്കുവാനായി എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ്, സുഖമാണ്. നമുക്കറിയാം ദൈവദശകം ദൈവമേ എന്ന വാക്കിൽ തുടങ്ങി സുഖത്തിൽ അവസാനിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൽ പരമമായ സുഖത്തെ നമുക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥനയാണ് ദൈവദശകം. അപ്പോൾ പരമമായ സുഖം നമുക്ക് എങ്ങനെ ലഭിക്കും? ഈശ്വര വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ഈശ്വര ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്കത് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നമുക്കാരായിരുന്നു കൂട്ട്? ഈശ്വരനാണ് കൂട്ട്, അല്ലേ? അവിടെ നമ്മുടെ ബന്ധുക്കളില്ല, അവിടെ നമുക്ക് ധനമില്ല, അവിടെ നമുക്ക് അമ്മയില്ല. കാര്യം അമ്മയുടെ വയറ്റിലാണ് കിടക്കുന്നതെങ്കിൽ പോലും ആ ഇരുട്ടറയ്ക്കകത്ത് നമ്മുടെ അമ്മ കൂടെയുണ്ടോ? ഇല്ല. ഇപ്പം നമ്മുടെ കൂടെയുള്ള ആരും തന്നെ ഇല്ല. പക്ഷേ ആ ഒരു വലിയ മാജിക്കായിട്ടുള്ള ആ ഒരു പ്രക്രിയ, അല്ലേ, ഗർഭകാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാജിക്കൽ പ്രോസസ്സിലൂടെ നമ്മളിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഈശ്വരനെ വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു, നീ ഈ ഭൂമിയിൽ പിറക്കണ്ട എന്ന്, നീ ഈ ഭൂമിയിലെ വെളിച്ചം അനുഭവിക്കണ്ട എന്ന് ഈശ്വരനെ വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. പക്ഷെ ഈശ്വരൻ അങ്ങനെ വിചാരിച്ചോ? ഇല്ല. മറിച്ച് ആയുസ്സും ആരോഗ്യവും ആത്മബലവുമൊക്കെ നൽകിക്കൊണ്ട് നമ്മളെ ഈ സുന്ദരമായ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് കടന്നോണ്ട് കൂവുക. എങ്ങനെ കൂവുക? നരി പോലെ കിടന്നു കൂവുന്നു. എങ്ങനെ കടന്നു കൂവുക? നരി പോലെ കിടന്ന് നമ്മൾ കൂവുക. എന്തിനാണ്? എനിക്ക് കിട്ടിയതൊന്നും പോരാ, എനിക്കിനിയും ലഭിക്കണം, എനിക്കിനിയും സമ്പത്തുണ്ടാവണം, എനിക്കിനിയും കോടികൾ ഉണ്ടാക്കണം. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി എൻ്റേത്, എനിക്ക് എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ജീവിക്കുകയാണ്. അവസാനം പോകുമ്പോൾ നമ്മുടെ കൂടെ ആരേ ഉണ്ടാകൂ യാത്ര അയക്കാൻ? ഈശ്വരൻ, അല്ലേ? അപ്പോൾ ആ വിചാരം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ അത്യാഗ്രഹങ്ങളെ, അത്യാർത്തികളെ, നമ്മുടെ എല്ലാത്തിനോടുമുള്ള ഒരു അഭിനിവേശത്തെയൊക്കെ നമുക്ക് ഇല്ലാതാക്കുവാൻ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സാധ്യമാകും. അപ്പോൾ ഇതൊക്കെയാണ് ബ്രഹ്മയജ്ഞവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്കൊരു കാര്യത്തിൽ ആരംഭിച്ച്
ഗുരുവിൻ്റെ കാര്യമായതുകൊണ്ട് പല വഴികളിലൂടെയും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതാണ് മഹാഗുരുവിൻ്റെ കാര്യമെന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിലൂടെ, ഗുരുവിൻ്റെ എത്രയെത്ര നല്ല കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ എത്രയെത്ര സത്പ്രവർത്തികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ആ പന്ഥാവിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ഗുരു ആരാണ്, എന്താണ്, ഗുരുവിൻ്റെ അവതാര ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ബ്രഹ്മയജ്ഞം കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ദേവയജ്ഞം. ദേവയജ്ഞം സാധാരണ നമ്മൾ പറയുന്നത് പോലെ ദേവന്മാർക്ക് വേണ്ടിയുള്ള യജ്ഞമാണ് ദേവയജ്ഞം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഒരു ക്ഷേത്രത്തിനെ നമ്മുടെ ശരീരമായി സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നല്ല വസ്തുക്കൾ മാത്രമല്ലേ കൊടുക്കുകയുള്ളൂ? അതോ 2-3 ദിവസത്തെ പഴകിയ എന്തെങ്കിലും കൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുമോ? ഇല്ല. കൊടുക്കുമോ? പിന്നെ നമ്മളെന്തിനാ എന്താ 2-3 ദിവസം മുമ്പത്തെ ഭക്ഷണമൊക്കെ എന്തിനാ ഈ അമ്മമാർ കഴിക്കുന്നത്? അത് കളയാൻ മടിയുള്ളത് കൊണ്ടാണ്, അത് കളയാൻ ഒരു പ്രയാസമുള്ളത് കൊണ്ടാണ്, അല്ലേ? പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ നാം പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കത് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ഷേത്രമായിട്ട് വേണം നമ്മൾ കരുതാൻ. ക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ പവിത്രവും പുണ്യവും നിറഞ്ഞതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത്രയും പവിത്രതയോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കും ഇൻപുട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത്രയും പ്യുവറായിട്ടുള്ള വസ്തുക്കളായിരിക്കണം. നമ്മുടെ ശരീരത്തിനെ ഒരു ഹോമകുണ്ഡമായി സങ്കല്പിച്ചാൽ ഹോമകുണ്ഡത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നെയ്യും എള്ളും തേങ്ങാപ്പൂളും ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഭക്ഷണങ്ങളും വൃത്തിയുള്ള പാനീയങ്ങളും മാത്രം നമ്മൾ ശരീരത്തിനകത്തേക്ക് നിറയ്ക്കുക. മറ്റ് ചീത്ത ഭക്ഷണങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ശരീരത്തിനുള്ളിലേക്ക് നമ്മൾ കൊടുക്കരുത്. അപ്പോൾ ദേവന്മാരെ യാഗാദി കർമ്മങ്ങൾ കൊണ്ടും യജ്ഞാദി കർമ്മങ്ങളൊക്കെ കൊണ്ടും അവരെ പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് പൂജ നൽകുക, അവർക്ക് പ്രാർത്ഥന നൽകുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ദേവന്മാരെ പരിപോഷിപ്പിക്കാനാണ് മഹാഗുരു ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഭീഷ്മർ പിതാമഹരെ കാണുവാൻ ശരശയ്യയിൽ ഉത്തരായണം കാത്ത് കിടക്കുന്ന ഭീഷ്മർ പിതാമഹരെ കാണുവാനായിട്ട് 3 പേര് വരുന്നുണ്ട്. യുധിഷ്ഠിരൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ. ഇവർ 3 പേരും കൂടി ഭീഷ്മർ പിതാമഹരെ കാണുവാനായിട്ട് എത്തുകയാണ്. അപ്പോൾ ഭീഷ്മർ പിതാമഹർ യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്, എന്താ കുഞ്ഞെ നിൻ്റെ മുഖത്ത് ഇത്ര മ്ലാനത, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? മഹാഭാരത യുദ്ധമൊക്കെ ഗംഭീരമായി അവസാനിച്ചില്ലേ, എല്ലാം വെട്ടിപ്പിടിച്ചില്ലേ, ഇനി എന്താണ് നിൻ്റെ മനസ്സിന് നിൻ്റെ മനസ്സിൽ എന്താണ് ഇത്ര ദുഃഖമെന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ്, ആത്യന്തികമായ ദുഃഖ നിവാരണത്തിന് എന്താണ് മാർഗമെന്ന്. ആത്യന്തികമായ ദുഃഖ നിവാരണത്തിന് എന്താണ് മാർഗമെന്ന്. അവിടെ യുധിഷ്ഠിരൻ അറിയേണ്ടത് മനസ്സിൽ വ്യാപിച്ചിരിക്കുന്ന ദുഃഖത്തിന് എന്ത് പരിഹാരമാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരം വിഷ്ണു സഹസ്രനാമ രൂപത്തിലാണ് യുധിഷ്ഠിരന് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഭീഷ്മ പിതാമഹർ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നമ്മളൊക്കെ ചൊല്ലുന്ന സഹസ്രനാമം എന്ന് പറയുന്നത്, വിഷ്ണു സഹസ്രനാമം.